ഹായ്, നമസ്കാരം. ഉം, എന്താണ് പറഞ്ഞു തുടങ്ങണ്ടതെന്ന് അറിയില്ല. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട എസ് ജാനകി അമ്മ വിടവാങ്ങിയിരിക്കുകയാണ്. ഒരുപാട് പാട്ടുകൾ, അതുകൊണ്ട് 50,000-ഓളം പാട്ടുകൾ പാടി. അത് പല ഭാഷകൾ, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, അങ്ങനെ ഒഡീഷ, അങ്ങനെ നമുക്ക് മലയാളത്തിലെ ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് തളിരിട്ട കിനാക്കൾ തൻ ആ പാട്ടാണ്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, എൻ്റെ തൊണ്ട ഇടറുന്നുണ്ട്. തളിരിട്ട കിനാക്കൾ. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ പാട്ട് 10 കൽപ്പനകൾ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ആയിരുന്നു 2017 താൻ സിനിമാ പാട്ട് പാടുന്നതും, അപ്പം എന്താ പറയണ്ടേ, സ്റ്റേജ് ഷോകളിൽ പാടുന്നതുമൊക്കെ മൈസൂരിലൊരു വേദിയിൽ വെച്ച് റിട്ടയർമെൻറ്റ് ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച് ഇത്രയും കാലം ഒരു 9 വർഷത്തിന് ശേഷം അമ്മയെ വിട്ടു പോയിരിക്കുന്നു. നമ്മുടെ ശരീരമേ പോകുന്നുള്ളൂ. ഒരിക്കലും അമ്മയുടെ ഓർമ്മകളും ആ ശബ്ദവും എപ്പോഴും ജീവിക്കും. നമ്മൾ മലയാളികളുള്ളിടത്തോളം എന്നല്ല, മനുഷ്യനുള്ളിടത്തോളം, സംഗീതമുള്ളിടത്തോളം കാലം അത്രത്തോളം ശുദ്ധ സംഗീതമായിരുന്നു. പൂവേ പൊൻപൂവേ, പിന്നെ തേനും വയമ്പും, അതിൻ്റെ തന്നെ പല ഭാഷകളിലുണ്ട്. പിന്നെ ആലിപ്പഴം പെറുക്കാം, അങ്ങനെ കുറേ പാട്ടുകൾ എനിക്ക് അറിയില്ല. സ്വർണ്ണമുഖിലേറം, അങ്ങനെ കുറേ പാട്ടുകൾ ഇപ്പോൾ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് കിട്ടുന്നില്ല. അത്രത്തോളം. പിന്നെ നമ്മുടെ വിദ്യാസാഗറിൻ്റെ ദേവദൂതനിലൊരു പാട്ടുണ്ട്. പാട്ടിപ്പം മനസ്സിൽ വായിൽ നാക്കിൻ്റെ തുമ്പത്തുണ്ട് പാട്ട്. ഒരു നല്ലൊരു ഫീലാണ് ആ ഒരു പാട്ട് കേൾക്കാൻ. ആ ഒരു പാട്ട് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് മനസ്സിലാവുന്നു. ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ, ഒരിക്കലും മരിച്ചു പോയെന്ന് ഞാൻ പറയുന്നില്ല. മറ്റൊരു ലോകത്തേക്ക് പാടാനായിട്ട് പോയിരിക്കുകയാണ്. പാട്ടിൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു ലോകത്തേക്ക് പോയിരിക്കുകയാണ് എന്നേ പറയാൻ എനിക്ക് കഴിയുന്നുള്ളൂ. 11 കേരള സംസ്ഥാന അവാർഡുകൾ, പിന്നെ തമിഴ്നാട് സംസ്ഥാന അവാർഡുകൾ, 4 നാഷണൽ അവാർഡുകൾ, അതിലൊന്നും മലയാളത്തിലൂടെയാണ്. അങ്ങനെ പിന്നെ ഒരുപാട് പിന്നെ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ജാനകി എന്ന് പറയുമ്പോൾ ആ ഒരു പാട്ടുകളുടെ ഒരു ബുക്കുമായിട്ട് വന്ന് ഒരു സ്റ്റേജ് ഷോയിൽ വരുമ്പം ഞങ്ങളവിടെ പാടാൻ വരുമ്പം ഒരു ബുക്കുമായിട്ട് വന്ന് ആ ബുക്കെടുത്ത് തുറന്ന് പിടിച്ചോട്ട് ആ മൈക്കുമായിട്ട് പിടിച്ച് നിൽപ്പ്. പിന്നെ ആ നിൽപ്പ്, പാട്ട് പാടുന്നത് ആ ചുണ്ട് മാത്രം അനങ്ങും, അല്ലാതെ ഒരനക്കവും ഇല്ലാതെ ആ പാട്ട് തീരുന്നവരെ അനങ്ങില്ല. അതൊരു അത്ഭുതമായിരുന്നു എനിക്ക് അന്നും ഇന്നും അതൊരു വേറെ ആരിലും ആ ഒരു ഇത് കണ്ടിട്ടില്ല. വേറെ എങ്ങോട്ടും ശ്രദ്ധ പോകത്തില്ല. ആ പാട്ട്, ആ പുസ്തകം, ആ പാട്ടിലെ ആ പാട്ട് കൊണ്ട് അവർ നമ്മളെ സ്വർഗത്തിൽ, നമ്മുടെ ഒരു മറ്റുള്ള ഹെവൻലി ഫീലിലേക്ക് എത്തിക്കുമായിരുന്നു. വിഷമിപ്പിക്കാനാണ് ഒരു പാട്ടിന് കഴിയും. പാട്ട് കൊണ്ട് മായാജാലം തീർത്ത ആ ശബ്ദം, ആ മധുരമായ ശബ്ദം, ആ മധുരമായ സ്വീറ്റ് വോയിസ് എന്ന് എനിക്ക് പറയാം. മധുരോധരമായ ശബ്ദം ഇനിയില്ല. ശബ്ദത്തിൻ്റെ ഉടമ നമ്മുടെ ദേഹം വിട്ടുപോയി. ദേഹമേ യാത്രയാവുന്നുള്ളൂ, ദേഹി എപ്പോഴും ജീവനോടെയുണ്ട്. സത്യമാണ് അത്. എസ് ജാനകിയുടെ ശരീരം മാത്രമേ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ.
ഓർമ്മകളും അവരുടെ നമ്മുടെ മനസ്സിലൂടെയൊക്കെ നമ്മുടെ ഭൂമിയിൽ സംഗീതം ഉള്ളിടത്തോളം കാലം ഒക്കെ നമ്മുടെ മനസ്സിലൂടെ പാട്ടുകളിലൂടെ ഒക്കെ ജീവിക്കും അല്ലേ? ഈ വീഡിയോ ഞാൻ ജാനകി അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. താങ്ക് യു.